നമ്മളങ്ങനെ ഇൻഫോസിസ് ക്യാമ്പസിൽ കയറി. ഇവിടെ അക്കോമഡേഷനിൽ കൊണ്ടുപോകാനായിട്ട് ഇതുപോലത്തെ ബഗ്ഗി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. 2-3 ബഗ്ഗി പോയി, ഒന്നിനും നമ്മളെ കയറ്റിയില്ല. എന്തായാലും അപ്പോൾ ഇതാണ് ക്യാമ്പസ്. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ റൂമിൽ പോയിട്ട് പിന്നെ ഇതൊക്കെ ഇറങ്ങി കാണാം. ഞങ്ങളങ്ങനെ ആ ബഗ്ഗിൽ തന്നെ കയറാൻ പറഞ്ഞു. അതിൽ കയറി അക്കോമഡേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്യാമ്പസ്. ബഗ്ഗി സർവീസൊക്കെ പുറത്തുള്ള എംപ്ലോയീസിനുള്ള ഇത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും കിട്ടത്തില്ല. അക്കോമഡേഷൻ വരുന്നവർക്ക് ഇതിൽ കൊണ്ടുപോയിട്ടാക്കും. നല്ല ഗ്രീനറി ഒക്കെ ചുറ്റുമുള്ള ക്യാമ്പസാണ്. നല്ല വ്യൂ ആണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഇവിടെ കൂടുതൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ സൈക്കിളിലാണ്. ഇതാണോ? ആ, ഇത് മൾട്ടിപ്ലക്സ്. ഇതിവിടുത്തെ മൾട്ടിപ്ലക്സ് ആണ്. അങ്ങനെ നമുക്ക് റൂം ലൊക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബിൽഡിംഗ് 37 റൂം 214 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ സെയിം ബഗ്ഗിയിൽ തന്നെ അങ്ങോട്ട് പോവുകയാണ്. നമുക്കെന്തായാലും ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 214. ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മുടെ റൂം എത്തിയിരിക്കുകയാണ്. അമല ചാവിയൊക്കെ ഇട്ട് തുറന്ന് ഐശ്വര്യമായി വലുതുകാലം വെച്ച് കയറിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല സൂപ്പർ ഫെസിലിറ്റീസ് ഒക്കെയാണ്. 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ട്. ഇവിടുന്ന് ബാൽക്കണി, ഒരു ചെറിയ ബാൽക്കണി ഇല്ല, എന്നാലും ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട് താഴോട്ട്. മൊത്തത്തിൽ സൂപ്പറാണ്. സംഭവം കൊള്ളാം. TV, AC എല്ലാം ഉണ്ട്. ഇവിടുത്തെ റേറ്റും ഭയങ്കര കുറവാണ്. അറൗണ്ട് 1000 ഉള്ളൂ പെർ ഡേ. ടോയ്ലറ്റും ഷവർ ഏരിയ എല്ലാം ഉണ്ട്. എല്ലാം ഭയങ്കര പ്രൊഫഷണൽ 5 സ്റ്റാർ ലെവലിലാണ് വെച്ചേക്കുന്നത്. എല്ലാം സൂപ്പറാണ്. ഹണിമൂണിന് പോയപ്പോൾ പോലും ഇത്രയും നല്ല റൂമൊന്നും കിട്ടിയിട്ടില്ല. സൂപ്പർ റൂം, സൂപ്പർ വ്യൂ, ആംബിയൻസ് എല്ലാം. അമ്മലേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റൂമിനെ കുറിച്ച്? കിടിലൻ റൂമാണ്. 5 സ്റ്റാർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവരെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യും. എനിക്കറിയാം, ഞാൻ ബാംഗ്ലൂർ പോയിട്ടുള്ളതാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. റിമോട്ട് പോലും ആ എല്ലാത്തിനും പെർഫെക്ഷൻ കാണാൻ പറ്റും. അപ്പം നമുക്ക് പിന്നെ കാണാം. ഒന്ന് കുളിച്ച് ഫ്രഷായി റെസ്റ്റ് എടുക്കണം കുറച്ച് സമയം. ബൈ.
ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് എന്നുള്ള വ്യൂ. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി ഇനി ഫുഡ് കഴിക്കണം. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ നേരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ക്യാമ്പസൊക്കെ ഒന്ന് കറങ്ങി കാണണം. അപ്പോൾ അതാണ് ലക്ഷ്യം. അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇൻഫോസിസ് എംപ്ലോയീസിന് മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പോൾ ഈ ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. എംപ്ലോയീസിൻ്റെ കൂടെ വരുന്നവർക്ക് കയറാം, പാരൻസിനോ ഫാമിലിക്കോ അങ്ങനെ ആർക്കും വേണോ കയറാം. FC ഈ റോഡിൻ്റെ എൻഡിലാണെന്നാണ് പറഞ്ഞത്. FC എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. റോഡിൻ്റെ എൻഡിൽ ഏതോ ബിൽഡിങ്ങിലുണ്ടെന്നാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഇവിടെ മൊത്തം ഗസ്റ്റ് ഹൗസസ് ആണ്. ഓരോ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ബോർഡ് വെച്ച് എഴുതിയിട്ടുണ്ട്. മൊത്തം ഗസ്റ്റ് ഹൗസസ് ആണ്. ഇൻഫി എംപ്ലോയീസിനും ഇവിടെ വരുന്നവർക്കും ഗസ്റ്റിനും എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷനൊക്കെ ഇവിടെ ഉണ്ട്. അതേ ഫുഡ് കോർട്ട് എത്തി. നമുക്ക് എന്തായാലും കഴിക്കും. നമ്മൾ കുറേ ദോശയ്ക്ക് വേണ്ടി കുറേ അലഞ്ഞു, പക്ഷേ ദോശ കിട്ടിയില്ല. ലാസ്റ്റ് ഇവിടെ ഡോമിനോസ് ഉണ്ട്, പിസ്സ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇത് മാത്രമേ കിട്ടൂ. മീൽസൊക്കെ 2 മണി 2:30 ആകുമ്പോഴത്തേക്കും തീരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. സ്നാക്സും ബേക്കറി ഐറ്റംസും ഡോമിനോസ് പിസ്സയും മാത്രമേ ഈ സമയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡോമിനോസ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാം. ഇതാണ് ഇവിടുത്തെ FC. ഹായ് ഫ്രണ്ട്സ്, ഫിയസ്റ്റ ഫുഡ് കോർട്ടിന്റെ അപ്പർ വ്യൂ. അതെ, ഫിയസ്റ്റ ഫുഡ് കോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ഇവിടുത്തെ ബിൽഡിങ്സും STBസും എല്ലാം കാണാൻ പറ്റും. നല്ല സൂപ്പർ വ്യൂ ആണ്. അതെന്ത് ബിൽഡിങ്? അമലയുടെ വ്ളോഗിങ് ഒക്കെ എങ്ങനെ പോകുന്നു? ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഇവിടെ സൈക്കിള് ചുറ്റി കറങ്ങിയായിരുന്നു. ഇവിടെ വന്ന സൈക്കിളാണ് മെയിൻ. നടക്കുന്നേക്കാളും ബെസ്റ്റ് സൈക്കിളാണ്. സൈക്കിൾ വിട്ട് എവിടെ വേണോ പോയാൽ ഇതിനാ ഫുള്ള് കറങ്ങാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ കാലം സൈക്കിൾ ചവിട്ടിയിട്ട്. അപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റി. അമലയ്ക്ക് സൈക്കിളുണ്ടായിരുന്നു. അമല അത് ഒരാൾക്ക് ദാനം ചെയ്തു. ദാനശീലമായ അമല ഒരു കുട്ടി ചോദിച്ചപ്പോൾ അത് കൊടുത്തായിരുന്നു. അപ്പോൾ എങ്ങനെ സൈക്കിളിൽ കറങ്ങിയാണ്? ഞാൻ ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ട് വരാം. ബൈ. ഇതാണ് നമ്മുടെ സൈക്ലിംഗ് എക്സ്പീരിയൻസ് ഇവിടുത്തെ. ഇതിനാ ഫുള്ള് നമ്മൾ സൈക്കിൾ ചവിട്ടിയാണ് കറങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ സൈക്ലിംഗ് എക്സ്പീരിയൻസ്. വളരെ നല്ലതാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്നതാണ് നമ്മുടെ നോർമൽ ഇൻഫോസിസ് മൈസൂറിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ. അത് ഭയങ്കര സൂപ്പറാണ്. നമുക്ക് അപ്പുറ സൈഡ് വരെ സൈക്കിൾ ചവിട്ടി പോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു വൈറ്റ് ഹൗസ് പോലത്തെ ബിൽഡിങ്ങിൻ്റെ വ്യൂ. ഇൻഫി മൈസൂർ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഇവിടെ വന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വരെ എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഈ സൈക്കിളിൽ ഇവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ എടുക്കണം, എന്നിട്ട് പോകണം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫോസിസ് മൈസൂർ ക്യാമ്പസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. ഇവിടുത്തെ GC2 ആണ് ഇത്. ഇവിടെ വൈറ്റ് ഹൗസിൻ്റെ സ്റ്റൈലിലാണ് എടുത്തേക്കുന്നത്. സെയിം ഹൈറ്റൊക്കെയാണ്. പിന്നെ ഇന്ത്യൻ വൈറ്റ് ഹൗസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്തൊരു ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ 1500 പേർക്ക് ഇരിക്കാം. അതിൻ്റെ പുറത്ത് 200 എത്രയോ പേർക്ക് ഇരിക്കാം. പിന്നെ ഇൻഫോസിസ് എംപ്ലോയീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഹെവൻ ഓൺ എർത്ത് എന്നാണ്. അത്രയ്ക്ക് ബെസ്റ്റ് ഇതാണെന്നാണ് പറയുന്നത്. ഈ ബിൽഡിംഗ് മാത്രമല്ല, ഈ ക്യാമ്പസും ഇവിടുത്തെ ട്രെയിനിങ്ങും. അതുപോലെ തന്നെ ഇന്ത്യൻ IT കമ്പനീസിൽ ഫ്രഷേഴ്സായിട്ടാണ് ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എല്ലാ MNCസും വെച്ച് നോക്കുമ്പോഴത്തേക്കും ബെസ്റ്റ് ട്രെയിനിങ് ആണ് ഇൻഫോസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അമ്മലേക്ക് എന്തോ പറയാനുണ്ട് ഇതിനെക്കുറിച്ച്? 3000 മൈസൂർ ക്യാമ്പസ് 3000 ഏക്കറിനുള്ള ഇത് മൊത്തം 3000 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ബിൽഡിംഗ് തന്നെയാണ്. ഇതും മൾട്ടിപ്ലക്സ് ആണ് നമ്മൾ ആദ്യം കണ്ട മറ്റേ ആ മുള്ളു പോലെ ഇരിക്കുന്ന ബിൽഡിംഗ്. കാക്ടസ് റൗണ്ട് ബിൽഡിംഗ്. കാക്ടസിൻ്റെ ഷേപ്പിലിരിക്കുന്ന ബിൽഡിംഗ്. അതെ, ഇവിടെ നിന്ന് അത് കാണാൻ പറ്റും. ആ പച്ച കളർ കാക്ടസ് പോലെ ഇരിക്കുന്ന ബിൽഡിംഗ് ആണ് മൾട്ടിപ്ലക്സിനകത്ത് നമുക്കൊന്ന് കയറണം. നമുക്ക് നടന്നു നോക്കാം. ഇത് മറ്റൊരു എഡ്യൂക്കേഷൻ സെൻ്ററാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ താഴെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും പ്രത്യേകതയാണ് ഒരു ഫോറിൻ. അതെ, നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ നമ്മൾ ഒരു നിമിഷം ആലോചിച്ചു പോകും. ബിൽഡിങ്ങിൽ നമ്മൾ കയറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർ കയറ്റി വിട്ടില്ല. നോർമൽ എംപ്ലോയീസിനെ വിടില്ല. അതെ, ട്രെയിനീസിനെ മാത്രമേ കയറ്റി വിടൂ. നോർമൽ എംപ്ലോയീസ് അല്ല ഇവിടെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി മൾട്ടിപ്ലക്സും സ്വിമ്മിംഗ് പൂളും കാണാൻ പോവാം. ഇതാണ് നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ടും അപ്പുറത്ത് വോളിബോൾ കോർട്ടും ഉണ്ട്. നമ്മുടെ മൾട്ടിപ്ലക്സ് എത്തി. രാത്രിയായതുകൊണ്ട് നമുക്ക് ഇരുട്ടിനെ പേടിയായതുകൊണ്ടും നമ്മൾ ഷൂട്ടിംഗ് നിർത്തേണ്ടി വരുമെന്നൊരു ചെറിയ പേടിയുണ്ട്. കറക്റ്റ് 6 മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് വീഴുമായിരിക്കും. നമ്മുടെ സ്ട്രീറ്റ്സിലൊക്കെ അങ്ങനെയാണ് ഇന്ത്യയിൽ. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണെന്നാണ് കേട്ടോ. എന്തായാലും നൈറ്റ് വ്യൂ കൂടെ നമുക്കൊന്ന് കാണാം. മൾട്ടിപ്ലക്സ് കണ്ടിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാം. ഓരോ 100 മീറ്റർ വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം അയാൾ ആദ്യം വണ്ടി വന്നിട്ട് നമ്മളെ പിന്നെ കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലക്സിൻ്റെ എൻട്രൻസ്. കയറാൻ പറ്റുമെന്നറിയില്ല. മിക്കവാറും അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് ആയിരിക്കില്ല. നമുക്കാദ്യം പുറത്തുനിന്ന് കാണാം. അതെ, ഇവിടെ നിറച്ച് ഫുഡ് കോർട്ടുണ്ട്. അതാ FC 7, 8 ഒക്കെ പറഞ്ഞു. ഇവിടെ ഒരു FC ഉണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും ജിമ്മും. നോർമൽ ഇൻഫോസിസ് പോലെ തന്നെയാണ്, ഇതിന് ടൈമിങ്സ് ഒക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ വ്യൂ ഭയങ്കര നല്ലതാണ് ഈ സമയത്ത്. സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടോ? നമ്മൾ സ്വിമ്മിംഗ് പൂൾ കറങ്ങി കാണുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ്. പിന്നെ ടൈമിങ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 6 മണി വരെ എന്തോ ആണ് ടൈമിങ്. സ്വിമ്മിംഗ് പൂളും ജിമ്മ്, പിന്നെ ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്, അങ്ങനെ കുറേ ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട്. ഇതാണ് ജിമ്മ്. ഇതിൽ ഈ ബിൽഡിംഗ് ആണ് റിക്രിയേഷൻ സെൻറ്റർ. ഇതിനകത്ത് ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, പിന്നെ ടേബിൾ ടെന്നീസ് അങ്ങനെ കുറേ ഇൻഡോർ ഗെയിംസ്. പുറത്ത് വോളിബോൾ, ബാസ്കറ്റ് ബോൾ അങ്ങനെ എല്ലാം. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ഇൻഫോസിസ് ക്യാമ്പസിൽ. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. സമയം ഏതാണ്ട് 10:56. ഒരു മീറ്ററിലും ഇവിടെ ലൈറ്റ് ഉണ്ട്. 10 മീറ്ററിലും ഇവിടെ ലൈറ്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നല്ല ലൈറ്റിംഗ് ആണ് ഇവിടെ. സൂപ്പർ ലൈറ്റിംഗ് ആണ്. ഇവിടെ കൂടെയൊക്കെ നടക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. രാത്രി റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഹായ്. ഇങ്ങനെ നമ്മൾ വിജനമായ വീതിയിലൂടെ റോഡിൽ കൂടെ നടന്ന് നീങ്ങുകയാണ്. രാത്രി ഈ GEC2 ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ട്രെയിനിങ്ങിനൊക്കെ വന്നിട്ടുള്ളവർ ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് നൈറ്റ് വ്യൂവും എല്ലാം. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നവരൊക്കെ. അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല, എന്നാലും ജസ്റ്റ് നൈറ്റ് വ്യൂ കണ്ടിട്ട് പോവാം. വ്യൂ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ അത്രയ്ക്ക് നല്ലൊരു വ്യൂ ഒന്നും ഇല്ല. ലൈറ്റ് ഇട്ടിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ഫുൾ ലൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പൊളി വ്യൂ ആയിരുന്നു. കുറച്ച് പകുതി വരെ ലൈറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ഇതൊന്നുമില്ല. ഇപ്പോഴും ആ വളവിലും നമ്മൾ സെക്യൂരിറ്റിനെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര സെക്യൂരിറ്റിയും സേഫുമാണ്. ഇവിടെ പഠിച്ചിട്ടുള്ളവരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരൊക്കെ പറയും രാത്രിയാണെങ്കിൽ ഇവിടെ സേഫായിട്ട് ഇറങ്ങി നടക്കാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ലാന്ന്. അപ്പോൾ നമ്മുടെ ഇൻഫോസിസ് വ്ളോഗ്, അതായത് നമ്മുടെ പാർട്ട് 3 എൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇനി നാളെ കുറേ പ്ലാനുണ്ട്. നമുക്ക് മൈസൂർ പാലസ്, ചാമുണ്ഡി ഹിൽസ്, പിന്നെ ജസ്റ്റ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണണം. ഒരു സ്നോ വേൾഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നാളെ കാണും വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. Bye.